നമസ്കാരം. എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് നിങ്ങളുമായിട്ട് വ്യത്യസ്തമായ ഒരു കാര്യം പങ്കുവെക്കാനാണ്. പലപ്പോഴും CD-ക്ക് പുറത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനലുകളിലൊക്കെ രചനാ സംഗീതം അല്ലെ ഓർക്കസ്ട്രേഷൻ രഞ്ജിത്ത് ക്രിസ്റ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ, എന്നാൽ ഇതിന് പിന്നിൽ ഞാൻ മാത്രമല്ല, എനിക്ക് കൈത്താങ്ങലായിട്ട് അല്ലെങ്കിൽ ഇതിന് കൂടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രചോദനമാകുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ അനേക വ്യക്തികളുണ്ട്. പലപ്പോഴും അവരെ മുന്നിൽ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ അധികം ആർക്കും അറിയാതെ പോകുന്നുണ്ട്. എൻ്റെ സംഗീത ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ അല്ലെങ്കിൽ സംഗീത ജീവിതത്തിന് തന്നെ തുടക്കക്കാരിയായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അന്ന് ഈ വ്യക്തി ആദ്യമായിട്ട് ഞാനൊരു പാട്ട് കേൾപ്പിക്കുമ്പോൾ, സംഗീതം ചെയ്ത് കേൾപ്പിക്കുമ്പോൾ അന്ന് പറഞ്ഞ ഒരു ആണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സംഗീത ജീവിതത്തിന് തുടക്കമായി തീർന്നത്, ഏകദേശം 8 വർഷങ്ങൾക്ക് അപ്പുറം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ ഭാര്യ തന്നെയാണ്, ജീജ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനായി. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ നേടുന്ന പ്രശസ്തിക്കോ നേട്ടങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് സന്തോഷകരമായ യേശുവിനോടൊത്തുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ യേശു വസിക്കട്ടെ. കുഞ്ഞുങ്ങളോടൊപ്പം, ഭാര്യയോടൊപ്പം ഏറ്റവും ഒന്നിച്ച് സന്തോഷത്തോടെ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വസിക്കുന്ന, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായിട്ട് മാറട്ടെ ഓരോ കുടുംബങ്ങളെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ നേരുന്നു. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.